നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാറിയിട്ട് നിലവിലിപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കുടുംബാരോഗ്യ കേന്ദ്രമാണ്. വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. കഴിഞ്ഞ 1.5 ആഴ്ചയിലധികമായിട്ട് ഇവിടെ ഫാർമസിസ്റ്റ് അവൈലബിൾ അല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറോട് അന്വേഷിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് ഫാർമസിസ്റ്റ് അവധിയിൽ പോയ അതേ ദിവസം തന്നെ അവർ DMOയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആളെ അയക്കാം, നാളെ ആളെ അയക്കാം എന്ന് പറഞ്ഞ് ഒരു അലസ മനോഭാവമാണ് DMOയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മറ്റൊരു ആശുപത്രിയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി വേജസിന് ഒരു എംപ്ലോയിയെ ഇവിടെ കൊണ്ടുവരികയോ ഒന്നും ചെയ്തിട്ടില്ല. വർഷം കൊണ്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ് ഞാൻ 14-ാം തീയതി ഇവിടെ വന്നപ്പോഴും ഫാർമസിയിൽ ആളില്ല. അപ്പൊ വരുന്നിട്ട് ഇതുവരെയും വന്നതുമില്ല. ഞങ്ങൾക്ക് മരുന്ന് പുറത്തുനിന്നാണ് വലിയ വില കൊടുത്ത് ഞങ്ങൾ വാങ്ങിക്കുകയാണ്. ഇന്നലെ വരും, മിനിഞ്ഞാന്ന് വരും, ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന് മറുപടി പറയേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്, DMO ആണ്. ഈ മറ്റൊരു പ്രത്യേകത, ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഈ വാർഡിലെ മെമ്പർ കൂടിയാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഫാർമസിസ്റ്റ് അവൈലബിൾ അല്ലാത്തത് കാരണം ഇവിടെ വരുന്ന രോഗികൾ പുറത്തു പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മരുന്നുകൾ വാങ്ങുന്നത്. സെന്റർ ഡോക്ടർ പറഞ്ഞായിരുന്നു അവിടെ എങ്ങനെ ആളിനെ പരാതി കൊടുത്തിട്ട് അവര് വിടാന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ല. വരാന്ന് പറഞ്ഞ കുട്ടിയും ലീവ് എടുത്ത് പോയെന്ന് പറയും. എത്രയും പെട്ടെന്ന് രോഗികൾക്ക് മരുന്ന് ലഭ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ സമരപരിപാടികളായിട്ട് മുമ്പിലേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ.